ഈ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചാണ്. ഞാൻ 2-3 ദിവസം മുന്നത്തെ ഒരു വീഡിയോയിൽ പറയുണ്ടായി, ആളുകളും സാഹചര്യങ്ങളും മാറ്റം ഇല്ല, അല്ലെങ്കിൽ അവരാണ് തങ്ങളുടെ കുഴപ്പങ്ങൾക്ക് കാരണം എന്ന് പറയുമ്പോഴും നമ്മളിലൊരു കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന. അവിടെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ആളുകളും സാഹചര്യങ്ങളും കുഴപ്പമില്ല എന്നല്ല പറഞ്ഞത്. പലപ്പോഴും ഇതൊരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ പോസിറ്റീവായി തിങ്ക് ചെയ്താൽ നമ്മുടെ ചുറ്റും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും എന്ന് പറയുന്ന നിരവധി സുഹൃത്തുക്കളെയും, അതേപോലെ അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെറാപ്പികൾ, ഇത് നിറഞ്ഞ ഇടമാണ് സോഷ്യൽ മീഡിയ. രാവിലെ മുതൽ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും കാണാം. എന്താപ്പോ ഒരു കുഴപ്പം, പോസിറ്റീവ് അല്ലേ, നല്ലതല്ലേ എന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ ഫിസിക്സിലാണ് നമുക്കറിയുന്ന പോലെ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഉള്ളത്. അത് ഒരു പേര് മാത്രമാണ്. ആ പേരിന് പോസിറ്റീവ് എന്ന് കൊടുത്ത് നെഗറ്റീവ് എന്ന പേരാണ് ആദ്യം കൊടുത്തിരുന്നെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും പോസിറ്റീവ് എനർജിയുടെയും നെഗറ്റീവ് എനർജിയുടെയും പ്രവർത്തനങ്ങൾ മാറാറില്ല. ഇവിടെ ഇമോഷനെയാണ് നമ്മൾ പലപ്പോഴും ഈ പോസിറ്റീവായിട്ട് പറയാറുള്ളത്. നമുക്ക് നെഗറ്റീവായ ഇമോഷൻ വേണ്ട എന്ന അർത്ഥത്തിൽ പലപ്പോഴും ഇത് ഉപയോഗിക്കാറുണ്ട്. ശരിക്കും അങ്ങനെയാണോ? മനുഷ്യന് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻ മാത്രം മതിയോ? നമ്മൾ ആലോചിക്കണം. എവല്യൂഷൻ പരമായിട്ട്, പരിണാമപരമായി നമുക്ക് കിട്ടിയിട്ടുള്ള ഒന്നാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമുക്ക് പണിയെടുക്കുന്നതിനേക്കാൾ റീലുകൾ നോക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമൊക്കെ അതിൽ പെടുന്നതാണ്. നമ്മുടെ തലച്ചോറ് ഇവാലുവേറ്റ് ചെയ്ത് വന്ന് എളുപ്പമുള്ള കാര്യങ്ങൾ, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനെയാണ് സന്തോഷം എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് കൊണ്ട് അർത്ഥാക്കുന്നത്. നെഗറ്റീവ് എന്ന് പറയുന്ന അർത്ഥത്തിൽ ഇമോഷനിൽ നമ്മുടെ ദുഃഖം, ഭയം, ഇതെല്ലാം നമുക്ക് വേണ്ടതാണ്. നമുക്ക് ഭയമില്ല എന്നുണ്ടെങ്കിൽ, പണ്ട് കാലത്താണെങ്കിൽ നമ്മളെ കാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു സിംഹമോ പുലിയോ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും. ഇന്ന് നമുക്ക് ഒരു ഭയവും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ KSRTC ബസ്സിന് അടവയ്ക്കും പോയിട്ട് വണ്ടികളൊക്കെ നമ്മൾ ഇറങ്ങി തടുക്കും. ഒന്നിനെയും ഭയപ്പെടാത്ത രീതിയിൽ നമ്മൾ ഇറങ്ങി നടക്കും. ചില ആളുകൾ അറിവില്ലായ്മ കൊണ്ട് ഭയത്തുനിന്നൊക്കെ പുറത്തേക്ക് വരുന്നത് കാണാറുണ്ട്. വൈറസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈറസിന് കീഴ്പ്പെട്ട നിരവധി ആളുകളെയും നമ്മൾ ഈ അടുത്ത് കാണുകയുണ്ടായി. അപ്പോൾ അത് അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഭയം മനുഷ്യന് ആവശ്യമുള്ള ഒരു വികാരമാണ്. ഭയം, സങ്കടം, എല്ലാ വികാരങ്ങളും, എല്ലാ ഇമോഷനും പരിണാമപരമായിട്ട് കിട്ടിയാണ്. അത് അധികരിച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും കുഴപ്പം തന്നെയാണ്. നമ്മൾ ഡിപ്രസീവ് ആയിട്ടുള്ള സ്റ്റേജിലേക്കൊക്കെ പോകും. അതിൽ നിന്ന് പുറത്തു വരാനാണ്, ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളെയും സാഹചര്യങ്ങളെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു തുടക്കം വേണം. അതിനാണത്. അതല്ലാതെ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായിട്ട് നടക്കും എന്ന് പറയുന്ന വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സിദ്ധാന്തം. സയൻസിന്റെ അകമ്പടിയോടുകൂടി ഭയങ്കരമായ ഫാൻ ഫോളോവേഴ്സ് ഉള്ള സെലിബ്രിറ്റികൾ, വിശ്വഗുരു സ്ഥാനത്ത് അവകാശപ്പെടുന്ന ആളുകളൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കാം. ഏറ്റവും വലിയ രസം, ഈ സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യൻ, സാധാരണക്കാരൊക്കെ തെറ്റിദ്ധരിക്കും. ഈ ക്വാണ്ടം ഫിസിക്സ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർ അതിന് സയൻസിന്റെ അകമ്പടി ഉണ്ട് എന്ന രീതിയിലാണ് പറയാം. ഇതെല്ലാം സയൻസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇക്കൂട്ടർ പറയുക എന്നുള്ളതാണ് രസം. ഇതിന് യാതൊരു ബന്ധവുമില്ല ഇതുമായിട്ടൊന്നും. അപ്പോൾ ഇനി നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അതിനു മുന്നേ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ മുഴുവനായിട്ട് നല്ലത് സംഭവിക്കുമോ? ഞാൻ ബീയിങ് പോസിറ്റീവാണ്, എനിക്ക് എല്ലാം നല്ല കാര്യങ്ങൾ മാത്രം നടക്കുമോ? പലപ്പോഴും നമ്മുടെ ഒരു കുഴപ്പം, നമുക്ക് പല ബയാസുകളുണ്ട്. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനെയാണ് നമ്മൾ പിക്ക് ചെയ്യുക. കോഗ്നിറ്റീവ് ബയാസ് അത്തരത്തിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് ഈ കടകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ 999 രൂപയുടെ ചെരുപ്പ് എഴുതി വെക്കുന്നത്. കാരണം 1000 എന്ന് പറയുന്ന ആ 4 അക്ക സംഖ്യയേക്കാൾ 3 അക്ക സംഖ്യ കുറവാണെന്നുള്ള ധാരണ ഉണ്ട്. നമ്മളെപ്പോഴും ആ രീതിയിലാണ് തലച്ചോറ് പിക്ക് ചെയ്യുക. അതേപോലെ തന്നെയാണ് പല ബയാസുകൾ നമ്മുടെ തലച്ചോറിൽ സാധാരണ മനുഷ്യനുണ്ടാവും. അപ്പൊ നമ്മൾ തിങ്ക് ചെയ്തത് ആകണം എന്ന് ഒരു കാരണവശാലും ഇല്ല എന്ന് മാത്രമല്ല, നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ചാലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പലതുമുണ്ട്. അതിന് ഉദാഹരണമാണ് നമ്മൾ ഇന്ന് വളരെ നല്ല രീതിയിലാണ് എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ പോസിറ്റീവാണ്, നമ്മുടെ മൈൻഡൊക്കെ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ചു. ഇന്ന് മഴയുണ്ടാകരുത് എന്നാണ് എൻ്റെ ചിന്ത. കാരണം മഴ പെയ്താൽ ഞാൻ ഇട്ട വസ്ത്രം നനയും. മഴ പെയ്യാതിരിക്കുമോ? മഴ തീർച്ചയായിട്ടും പെയ്യും. അപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റുന്ന പല കാര്യങ്ങളും മാറ്റാനാണ് ഇത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ശരി. അതേപോലെ നമുക്കില്ലാത്ത ഒന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ടൊക്കെ ഇത് പറയാറുണ്ട്. പണം മറ്റുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിക്കുന്ന ഒരു സംഭവമായിട്ട് കണ്ടിട്ടത് ഈ പണത്തിൻ്റെ കാര്യത്തിലാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ആ സുഹൃത്ത് ഇന്നും പ്രിയപ്പെട്ട സുഹൃത്ത് തന്നെയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സയൻസിൻ്റെ മാർഗം ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ, അവർ വരെ ഈ സ്യൂഡോ സയൻസ് ഉപയോഗിച്ച ആളുകളെ, ഇവിടെ എനിക്ക് തോന്നുന്നു അവർ വരെ പറ്റിക്കപ്പെടുകയാണ്. അവർക്ക് മനസ്സിലാവുന്നില്ല ഇത് സ്യൂഡോ സയൻസ് ആണെന്ന്. ഇത് അവരും പറ്റിക്കപ്പെടുന്നു, അവർ മറ്റുള്ളവരെ പറ്റിക്കപ്പെടാനുള്ള മാർഗമായിട്ട് ഇത് ഉപയോഗിക്കുകയാണ്. അവർ വിശ്വസിക്കുകയാണ് ഇത്തരത്തിൽ മാറ്റമുണ്ടാകുന്നു. പണത്തെ ആകർഷിക്കാനായിട്ട് കൂട്ടം ചേർന്നിരുന്നു കൊണ്ട് വരൂ പണമേ, ഞാൻ അതിനോട് കൽപ്പിക്കണം, കൽപ്പിച്ചാൽ പണം വരും. അങ്ങനെയാണെങ്കിൽ ലോട്ടറി എടുക്കുന്ന ഒരാൾ ചിന്തിച്ചാൽ പോരെ? ലോട്ടറി എടുക്കുന്ന ആളുകൾക്കൊക്കെ ലോട്ടറി അടിക്കണ്ടേ? ലോട്ടറി എടുക്കുന്ന ആരും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. എല്ലാവരുടെ ഉള്ളിൽ ആഗ്രഹം എന്താണ്? എനിക്ക് ആ ലോട്ടറി കിട്ടണമെന്നാണ്. പക്ഷെ എല്ലാവർക്കും ലോട്ടറി കിട്ടാറില്ല. ഇത്തരത്തിലൊക്കെ നമ്മുടെ ചിന്തകൾക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ പോകുന്നു, എൻ്റെ ബോസ് എന്നെ ചീത്ത പറയരുത്, ഞാൻ കൃത്യമായിട്ട് പണികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചീത്ത കേൾക്കില്ല. എനിക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ആ ചീത്ത കേട്ടാലും ഞാൻ അതിനെ സ്വീകരിക്കണം, ഞാൻ അയാളോട് ചീത്ത തിരിച്ച് പറയരുത് എന്ന ഒരു തിങ്കിങ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇതല്ല, ഞാനിവിടെ ഇരുന്ന് കണ്ണുകളൊക്കെ അടച്ചുകൊണ്ട് എൻ്റെ ബോസിനെ നിയന്ത്രിക്കാനായിട്ട് പോവുകയാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ. അങ്ങനെയൊക്കെ ഒരു കാരണവശാലും സാധ്യമല്ല. അതിന് വ്യക്തിപരമായ അനുഭവ സാക്ഷ്യങ്ങളുടെ പുറത്തുകൊണ്ട് ഓരോരുത്തർ പറയാറുണ്ട്, ഞാൻ ഒന്നും വിചാരിക്കാതെ അതിനെക്കുറിച്ച് ചിന്തിച്ചു, പക്ഷെ എനിക്കത് കടന്നു വന്നു. അതെങ്ങനെയാണ്? ഞാൻ അതിനായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. ഈ ലോ ഓഫ് അട്രാക്ഷനെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ കുറച്ചുകൂടിയൊക്കെ മോഡേൺ ആയിട്ട് പറയുന്നുണ്ട്. അത് പിന്നെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷെ അവിടെയും ചില കുഴപ്പങ്ങൾ അവിടെയുണ്ട്. അപ്പൊ അവരുടെ പോസ്റ്റ് അല്ലെങ്കിൽ അവരുടെ വീഡിയോയുടെ തൊട്ട് താഴെയൊക്കെ ആൾക്കാർ എഴുതാറുണ്ട്, ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുമ്പോഴും വന്നു. കൺഫർമേഷൻ, നമ്മുടെ ബയാസ് ആണ് നമ്മുടെ തലച്ചോറിന്റെ പ്രത്യേകത. ഉദാഹരണമായിട്ട് ഒരു പൂച്ച, കറുത്ത പൂച്ച കുറുകെ ചാടി കഴിഞ്ഞാൽ നമുക്ക് അപകടം പറ്റും എന്ന് നമ്മൾ എവിടുന്നോ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിൽ നമുക്കുണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് മനുഷ്യൻ എപ്പോഴും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു കാരണം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ആ കറുത്ത പൂച്ചയെ ധരിക്കുന്നത്. അതേപോലെയാണ് നമ്മൾ പിക്ക് ചെയ്യുന്നതാണ്, നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ പിക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തോന്നുകയാണ്. സയൻസ് എന്ന് പറയുന്നത് എന്താണ്? എവിഡൻസ് ബേസ്ഡ് ആണ്. അത് നമ്മുടെ തിങ്കിങ് അല്ല. എനിക്കും മറ്റുള്ളവർക്കും അനുഭവവേദ്യമാകണം, എവിഡൻസ്, തെളിവുകൾ ഉണ്ടായിരിക്കണം. ഈ ഒരു സാധനത്തിന് ലോ ഓഫ് അട്രാക്ഷൻ അടക്കമുള്ള ഈ ഒരു കാര്യത്തിനും തെളിവുകളില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ ദോഷം നേരത്തെ പറഞ്ഞ രീതിയിൽ മനുഷ്യരെ സാമൂഹ്യപരമായിട്ട് ചൂഷണം ചെയ്യാനായിട്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ നമുക്ക് പല അസുഖങ്ങളും ഉണ്ടപ്പോൾ ഈ അസുഖങ്ങൾക്ക് പോലും ഇത് മാറ്റാൻ പറ്റുമെന്ന് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ആളുകൾ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അത് സമൂഹത്തിൽ തിന്മയായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രധാനം. സമയം നഷ്ടപ്പെടുന്നുണ്ട്, മറ്റാളുകളെ കൂടി ഇതിൻ്റെ ഈ തിന്മയുടെ ഭാഗമായിട്ട് ഇവർ മാറ്റുന്നുണ്ട്. ഏറ്റവും വലിയ ഇതിനെക്കുറിച്ചൊരു പഠനം 40 വർഷമായിട്ട് ഈ പോസിറ്റീവ് തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പഠനം നടത്തിയിട്ടുള്ള അമേരിക്കയിലെ ഒരു മനഃശാസ്ത്രജ്ഞനാണ് ജെയിംസ് കോയിൻ എന്ന് പറയുന്ന ആൾ.
അദ്ദേഹം 40ഓളം വർഷം ക്യാൻസർ രോഗികളുടെ അടുത്തിരുന്നു കൊണ്ട് അവരുടെ അടുത്ത് ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന പഠനം നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ഈ ക്യാൻസർ രോഗികൾ മരണത്തോടടുക്കുന്ന ആളുകളോട് നമ്മൾ പോസിറ്റീവായിട്ട് എല്ലാം ശരിയാകും, നമ്മളൊക്കെ അറിയാം നമുക്ക് രോഗം വരുന്ന ആളുകളോട് നമ്മൾ എങ്ങനെ സംസാരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു കാരണവശാലും നമ്മൾ അവരോട് പോയിട്ട് സ്വയം നമ്മൾ സഹതാപിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. വേറെ പല കാര്യങ്ങളും നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്നറിയില്ലെങ്കിൽ ഏറ്റവും പ്രധാനം മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അവിടെ ദുഃഖം കാണിക്കുക എന്ന രീതിയിൽ അവരെ കൂടുതൽ പ്രശ്നത്തിലേക്ക് ആക്കരുത്. ഇത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തു തൻ്റെ രോഗം മാറും എന്ന് പറയുകയും തനിക്ക് കൂടുതൽ രോഗാവസ്ഥ ഗുരുതരമാകുകയും ചെയ്യുമ്പോൾ വീണ്ടും കടുത്ത ദുഃഖം വരും. ആ ദുഃഖം അവർക്ക് താങ്ങാൻ പറ്റുന്നതിനധികമാവുകയും അത് അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നതായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം. അതിനു പകരം റാൻഡി പോഷ് എന്ന് പറയുന്ന ഒരാള് മരണത്തെ, ക്യാൻസർ ബാധിച്ച് അദ്ദേഹം തൻ്റെ കീമോകൾ നടത്തുകയും വളരെ മനോഹരമായിട്ട് ആ മരണത്തെ നേരിട്ട അനുഭവങ്ങളുടെ ഒരു പുസ്തകം പോലും മലയാളത്തിൽ നമുക്ക് ലഭ്യമാണ്. DC ബുക്സ് ആണ് അത് ഇറക്കിയിട്ടുള്ളത്. റാൻഡി പോഷിന്റെ അന്ത്യപ്രഭാഷണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. വളരെ പോസിറ്റീവായിട്ട് എങ്ങനെ ശുഭാപ്തി വിശ്വാസത്തിൽ തൻ്റെ മരണത്തെ എങ്ങനെയാണ് താൻ നേരിട്ടത് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നില്ല. അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ശുഭാപ്തി വിശ്വാസമായിട്ട് ഉപയോഗിക്കാം. ഇവിടെ പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ഒരു കുഴപ്പം, അവർ പലപ്പോഴും റിയാലിറ്റികളിൽ നിന്ന് ഓടി ഒളിക്കുക, അതോടൊപ്പം തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ, ഒരു കാരണവശാലും സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ സംഭവിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാണ്. മനുഷ്യന്റെ അത്യാഗ്രഹം, ദുരാഗ്രഹത്തെ, ഇതിനെയൊക്കെ മിസ്യൂസ് ചെയ്യണം. എല്ലാ മനുഷ്യനും ആഗ്രഹം എന്താണ്? തനിക്ക് നല്ല പൈസ ഉണ്ടായിരിക്കണം, തനിക്ക് സന്തോഷിക്കാൻ പറ്റണം. അപ്പം അതിനെന്തൊക്കെയോ ചെയ്യാമെന്ന് നമ്മൾ കരുതുകയാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ സുഖമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയാറുണ്ട്, ആ സുഖമാണ്, അല്ലെങ്കിൽ ഇതാണ്, ഇങ്ങനെയാണ്. നമ്മൾ അങ്ങനെയാ പറയാ പൊതുവെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ. അതേപോലെ ശരിയാവും. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ സുഹൃത്തിനോടോ ആളുകളോടോ പറയാണ്, എന്താ ചെയ്യുക, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ജോലി പോയി, കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമ്മുടെ ആളുകൾ എന്താ പറയുക? എല്ലാം ശരിയാവും, ശരിയാവും. ചിലർ ഞാൻ പ്രാർത്ഥിക്കാം. അതേപോലെ ഫേസ്ബുക്കിലെ പോസ്റ്റുകളുടെ താഴെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയാൽ മതി, എല്ലാവരും പ്രാർത്ഥനക്കാരായിരിക്കും. ഓരോ കാര്യങ്ങൾ പോസിറ്റീവാണ് എന്ന് നമുക്ക് തോന്നാം, പക്ഷേ യഥാർത്ഥത്തിൽ അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എല്ലാം ശരിയാവുമോ? ഇതാണ് ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നീതിയുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സും നമ്മളുമായിട്ട് എത്ര ചെറിയ ബന്ധമാണെന്ന് ആലോചിക്കണം. നമ്മൾ കോടാനുകോടി എന്താ പറയുക നക്ഷത്രങ്ങളുള്ള ഗ്രഹങ്ങളുള്ളതിൽ ആ ഗ്രഹങ്ങളുടെ ഇടയിലെ ഒരു ചെറിയ ഗ്രഹമാണ് ഭൂമി. ആ ഭൂമിയിലെ എത്രയോ നിസ്സാരനായ ഒന്നാണ് ഞാനെന്ന മനുഷ്യൻ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചിന്തകളെ യൂണിവേഴ്സുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയുമ്പോൾ, പൊതുവെ യൂണിവേഴ്സിലെ ബന്ധങ്ങൾ അത് എൻ്റെ ചിന്ത കൊണ്ട് എനിക്ക് അതിനെ ആകർഷിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ആലോചിച്ചു, യൂണിവേഴ്സിനെ എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ചിന്ത, അല്ലെങ്കിൽ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോൺസിന്റെ തലച്ചോറിൻ്റെ ഉള്ളിലെ ചിന്തകളാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുക, നിയന്ത്രിക്കുക എന്ന രീതി, അല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുക. ഇവിടെ ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം, നമ്മൾ വിചാരിച്ച പോലെ സുഖകരമായ കാര്യം സംഭവിക്കാനാണ് സമൂഹത്തിൽ എങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും അതൊരു ശുഭാപ്തി വിശ്വാസം എന്നതിലുപരിയായിക്കൊണ്ട് ഒരു സ്യൂഡോ സയൻസിനെ സമൂഹത്തിലേക്ക് ഇറക്കിവിടുന്നു. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ രീതിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇത് മാറുകയാണ്. ഈ പോസിറ്റീവ് തിങ്ക്, എന്തിനും പോസിറ്റീവായിട്ടിരിക്കുക ഒരിക്കലും നമുക്ക് സാധ്യമാകുന്ന ഒന്നല്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പോസിറ്റീവ് ആയതുകൊണ്ടോ നമ്മൾ മറ്റുള്ളവരെ ആകർഷിക്കാൻ ശ്രമിച്ചത് കൊണ്ടോ ആകർഷിക്കാൻ പറ്റുന്നതല്ല. കൃത്യമായ പ്രവർത്തികൾ നമ്മൾ എന്താണ് എന്ന ബോധ്യമുണ്ടാവുകയും നമ്മൾ അവിടെ നിന്ന് പ്രവർത്തിക്കാനും തയ്യാറാവണം. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, അതിനപ്പുറം നമുക്ക് പഠിക്കാൻ പറ്റുമോ? നമുക്ക് അതിനുള്ള കഴിവും സമയവും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ അടുത്ത് നമ്മുടേതായിട്ടുള്ള യൂട്ടിലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, വിഭവങ്ങൾ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കാം. അതിന് ശുഭാപ്തി വിശ്വാസം ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ കഴിഞ്ഞ നഷ്ടങ്ങളെയൊക്കെ മറികടക്കാനായിട്ട്. അതിനുപരിയായിട്ട് ഇല്ലാത്ത ഒന്നാവാനോ വേറൊരാളായി തീരാനോ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകണമെന്നോ അമേരിക്കയുടെ പ്രസിഡന്റ് ആകണമെന്നോ, അമേരിക്കൻ പൗരത്വം പോലും കിട്ടാൻ സാധ്യതയില്ല, അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആകർഷിക്കാനോ ഒന്നും സാധ്യമല്ല എന്നുള്ളതാണ്.
മനുഷ്യർ പലപ്പോഴും ഇത്തരം കാര്യങ്ങളുടെ പുറകെ സമയം ചെലവഴിക്കുന്നു. പോസിറ്റീവ് തിങ്ക് ആവുക, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുകയാണ്. എല്ലാ വികാരങ്ങളും ഉണ്ട്. അവിടുന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തെ ജീവിതമാകുന്ന രീതിയിലേക്ക് നേരിടാനായിട്ട് നമ്മൾ തയ്യാറാവുക. നമ്മൾ റിയാലിറ്റികളിലേക്ക് ഇറങ്ങി വരികയാണ്. ഭാഗ്യ പരീക്ഷണങ്ങൾ മാറിക്കൊണ്ട് നമ്മൾ എവിടെ നിൽക്കുന്നു, എവിടെയാണ് എന്ന് ആ സയൻസിന്റെ രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ സമൂഹത്തിൽ. എന്നാലാണ് നമുക്കൊരു നല്ല ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്നെ കേട്ടിരുന്നതിനും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നന്ദി.